അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഖുർആൻ സദ്വചനത്തിലേക്ക് ഹാർദമായ സ്വാഗതം. വിശുദ്ധ ഖുർആൻ്റെ വാർഷികാഘോഷത്തിൻ്റെ മനോഹരമായ ധന്യമായ നിമിഷങ്ങളിലൂടെയാണ് വിശ്വാസികൾ കടന്നു പോകുന്നത്. ഖുർആനിലെ വിവിധ സൂറത്തുകളിലെ വ്യത്യസ്തമായ വചനങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പടച്ചവൻ ഖുർആൻ മനസ്സിലാക്കാനും അതിൻ്റെ ആശയങ്ങൾ പിന്തുടരാനും തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ നിങ്ങളും എനിക്ക് വേണ്ടി ദൈവപ്രീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത് സൂറത്ത് തലാഖിലെ ഏതാനും വചനങ്ങളാണ്. തലാഖിലെ കുറച്ച് വചനങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം, ഗ്രഹിക്കാൻ ശ്രമിക്കാം, അതിലേക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. സൂറത്തു തലാഖിലെ ഈ വചനങ്ങളിലൂടെ പടച്ചവൻ സംവദിക്കുന്നത് വിശ്വാസികൾക്ക് തവക്കുൽ ചെയ്താലുള്ള, തഖ്വ ചെയ്താലുള്ള ഗുണങ്ങളെക്കുറിച്ചിട്ടാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ദൈവത്തെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ, നന്മ നിറഞ്ഞ ജീവിതം പുലർത്തുകയാണെങ്കിൽ, യജ്അൽ ലഹു മഖ്റജ, അവനൊരു വഴി പടച്ചവൻ തുറന്നു കൊടുക്കും. ഏത് പ്രതിസന്ധിയിലകപ്പെട്ട മനുഷ്യനെയും ദൈവത്തിന് തഖ്വ ചെയ്യുകയാണെങ്കിൽ അവന് ഒരു എക്സിറ്റ് കൊടുക്കും. അപ്പം അത്രയും ഉറച്ച രീതിയിലുള്ള ഭയഭക്തി പുലർത്തുന്നവർക്കാണത്. അപ്പോൾ തഖ്വയുടെ നിർവചനം, മുത്തഖിയുടെ അടയാളം കഴിഞ്ഞ അധ്യായങ്ങളിൽ പല സ്ഥലത്തായിട്ട് പല രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് കരുണയുള്ളവനാണ് മുത്തഖി എന്ന് പറയുന്നുണ്ട്, ക്ഷമാശീലനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളെ സഹായിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്, സത്യസന്ധനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല നാനാർത്ഥങ്ങൾ തഖ്വക്കുണ്ട് എന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. തഖ്വയുടെ മറ്റൊരർത്ഥം പറയുകയാണെങ്കിൽ, നമ്മൾ ഇരുൾ നിറഞ്ഞ ഒരു വഴി, കുണ്ടും കുഴിയും കല്ലും മുള്ളും ഒക്കെ ഉള്ള ഒരു വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടൊരു ജാഗ്രതയും ശ്രദ്ധയും നമുക്കുണ്ടാവും. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതം, ഭൗതിക ജീവിതം അന്വർത്ഥമാകണമെങ്കിൽ, സാർത്ഥകമാകണമെങ്കിൽ, അതിന് ഫലമുണ്ടാകണമെങ്കിൽ, ധന്യമാകണമെങ്കിൽ തീർച്ചയായും ഒരു സൂക്ഷ്മത അവനാവശ്യമുണ്ട്, ദൈവഭയം ആവശ്യമുണ്ട്. ഒരു സിംഹത്തെ പേടിച്ചുരുകി നിൽക്കുന്നത് പോലെയല്ല ദൈവം തമ്പുരാൻ്റെ മുന്നിൽ നിൽക്കേണ്ടത്. പക്ഷേ എല്ലാറ്റിനും ഒരു നിയമമുണ്ടല്ലോ. ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അതിനൊരു നിയമവ്യവസ്ഥയുണ്ട്. ഒരു സ്ഥാപനത്തിൽ, ഒരു കുടുംബത്തിൽ, ഒരു സൊസൈറ്റിയിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും നിയമ നടപടികളും ഉണ്ടാവും. അപ്പോൾ ആ ഒരു നിയമപ്രകാരം ഒരു ചിട്ടയിലൂടെ മനുഷ്യന് ജീവിക്കുമ്പോഴാണ് അവൻ മുത്തഖിയാവുന്നത്. അപ്പോൾ വമൻ യത്തഖില്ലാഹ, ആ അർത്ഥത്തിൽ നിങ്ങൾ തഖ്വ ചെയ്യുമ്പോൾ യജ്അൽ ലഹു മഖ്റജ, അവന് തീർച്ചയായിട്ടും ഒരു എക്സിറ്റ് തീർച്ചയായിട്ടും കിട്ടും. പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഉടനീളം അത് ഒരു ഉദാഹരണമായി, മഹത്തായ മാതൃകയായിട്ട് മുന്നിലുണ്ട്. പ്രവാചകൻ സത്യപ്രബോധനത്തിൻ്റെ കാലത്ത് മക്കയിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണത്തിന് വിധേയനായിരുന്നു. പ്രവാചകൻ ഒരുപാട് സഹിച്ചു, ക്ഷമിച്ചു.
ഗത്യന്തരമില്ലാതെ മദീനയിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ മദീനയിലേക്ക് പോകുമ്പോൾ തീർച്ചയായും ശത്രുക്കൾ തടയും, കൊല്ലും എന്നൊരു ഉറപ്പ് ഉണ്ടാവുകയും അങ്ങനെ ആരെയും ശ്രദ്ധയിൽപ്പെടാതെ ഒളിച്ചു പോകാനാണ് തീരുമാനിക്കുന്നത്. സന്തത സഹചാരിയായിട്ടുള്ള ഏറ്റവും അടുത്ത ആത്മസുഹൃത്തു കൂടിയായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയാണ് പലായനം ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ മുഹമ്മദ് മക്ക വിട്ടിട്ടുണ്ട് എന്ന വാർത്ത അറിഞ്ഞപ്പോൾ ഖുറൈശികൾ മുഹമ്മദിൻ്റെ തലയെടുക്കുകയാണെങ്കിൽ ഒരുപാട് സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തു. അപ്പോൾ ഒരുപാട് പേര് പലരും പല വഴിക്കും പ്രവാചകനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, പണം മോഹിച്ചുകൊണ്ട്, പാരിതോഷികം പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പോൾ ഒരു ഗുഹാമുഖത്ത് അഭയം യാത്രാമധ്യേ മദീനയിലെത്തുന്നതിന് മുമ്പ്. ശത്രുക്കൾ ഇങ്ങനെ പിന്തുടരുന്നു എന്ന് അറിഞ്ഞതുകൊണ്ടും. അപ്പോൾ സിദ്ദീഖ് വളരെ ആശങ്കാകുലനായി. ഏത് സമയത്തും നമ്മൾ പിടിക്കപ്പെട്ടേക്കാമെന്നുള്ള ടെൻഷനിലിങ്ങനെ നിൽക്കുമ്പോഴാണ് പ്രവാചകൻ പറയുന്നത്, ലാ തഹ്സൻ, സിദ്ദീഖെ ഭയപ്പെടരുത്, ദുഃഖിക്കരുത്, ഇന്നല്ലാഹ മഅന, ദൈവം കൂടെയുണ്ട്. അപ്പോൾ ദൈവം കൂടെയുണ്ട് എന്നുള്ള ചിന്ത, ശുഭാപ്തി വിശ്വാസമാണ് അവരെ മുന്നോട്ട് നയിച്ചത്. അങ്ങനെ പ്രവാചകന് രക്ഷപ്പെടാനുള്ള പഴുതുകൾ, മാർഗങ്ങൾ പടച്ചവൻ തുറന്നു കൊടുക്കുകയാണ്. ഇത് മനുഷ്യരാശിക്കെല്ലാം ബാധകമാണ്. നമ്മൾ സ്റ്റക്കായി പോകാമെന്ന് പറഞ്ഞൊരു സന്ദർഭം ഉണ്ടാവും. ചിലപ്പോൾ പെട്ടെന്നൊരു പണം ആവശ്യമായി വരും, നമ്മുടെ മുന്നിൽ ഒന്നും ഉണ്ടാവില്ല, ശൂന്യമായിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് ആധിയും വ്യാധിയും ഉത്കണ്ഠ കൊണ്ട് അതുകൊണ്ടൊരു പ്രയോജനമില്ല. നമ്മുടെ മനസ്സ് തകരും എന്നല്ലാതെ, നമ്മൾ ശാരീരികമായി അവശരാകും എന്നല്ലാതെ, നമുക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകും എന്നല്ലാതെ അതിനൊരു പരിഹാരം ഈ ടെൻഷൻ കൊണ്ടില്ല. നമ്മൾ പറയുന്ന കേൾക്കാറില്ലേ, ചിന്തിച്ചാൽ ഒരു അന്തവും ഇല്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവും ഇല്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്ത് നമ്മുടെ മനസ്സിനെ തളർത്തുന്നതിന് പകരം ഒരു വഴി തുറന്നു കിട്ടും, ദൈവം കൂടെയുണ്ട് എന്ന ഒരു ശുഭാപ്തി വിശ്വാസം. ഏത് ഇരുട്ടിലും തെളിയുന്ന ഒരു വെളിച്ചം നമുക്ക് മുന്നിൽ തെളിയും, മുന്നിൽ മാർഗദർശനം നടത്തുമെന്നൊരു വിശ്വാസിക്ക് ഉണ്ടാകുമ്പോൾ അതാണ് അവൻ്റെ ജീവിതത്തെ പ്രതീക്ഷയോടെ മുന്നോട്ട് കൊണ്ടുപോകുക. അതാണ് യജ്അൽ ലഹു മഖ്റജ എന്ന് പറയുന്നത്. മാത്രമല്ല അതിനുശേഷം പറയുന്നത് വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, പടച്ചവൻ അവൻ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അവന് ഉപജീവനം നൽകും. അതായത് അവന് ഭക്ഷണം നൽകും, അവന് ഭൗതികമായിട്ടുള്ള വിഭവങ്ങൾ നൽകും. നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടാവാറില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പല ഘട്ടത്തിൽ നമ്മൾ വഴിമുട്ടി നിൽക്കുമ്പോൾ ഒരു നിലക്കും രക്ഷയില്ല ഇന്ന് ഭക്ഷണം കണ്ടെത്താൻ, ഇന്നത്തെ ചെലവിനുള്ള വഴിയില്ല, അല്ലെങ്കിൽ നമ്മൾ നിരന്തരം പല വിധത്തിൽ നമ്മൾ കമ്മിറ്റഡാണ്. സാമ്പത്തികമായിട്ട് EMI അടക്കണം, ഒരുപാട് ലോണുകൾ അടക്കണം, ഇങ്ങനെ പല ടാസ്കുകളും മുന്നിലുണ്ടാകുമ്പോൾ നമ്മൾ ഒന്നും വലിയ ദുരന്തം ഇവിടെ സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാതെ നമ്മളതിനെയൊക്കെ പുഷ്പം പോലെ നമ്മളതിനെ മറികടക്കുന്നുമുണ്ട്. അതുതന്നെ ദൈവത്തിൻ്റെ ശക്തമായൊരു ഇടപെടലാണ്, അദൃശ്യമായ ഒരു കയ്യൊപ്പാണ്, സാന്നിധ്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അതാണ് പറഞ്ഞത് വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെയാണ് നമുക്കത് കിട്ടുക. ചിലപ്പോൾ നമ്മളൊരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുമ്പോൾ നമുക്ക് കിട്ടാനുള്ളവരോടുള്ള പൈസ ചോദിച്ചാൽ തന്നെ നമുക്ക് ചിലപ്പം കിട്ടിയെന്ന് വരില്ല. പക്ഷേ പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗത്ത് നമുക്ക് ആ പൈസ വന്നെത്തുകയും ചെയ്യും. ഇതാണ് പടച്ചൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്, ആരെങ്കിലും പടച്ചവനിൽ ഭരമേൽപ്പിച്ചാൽ ഫഹുവ ഹസ്ബുഹ്, അവൻ അത് മതി. നമ്മൾ ഒരുപാട് പേരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ നിസ്സഹായരായി പോകുന്നത്. അങ്ങനെ ഒരു ശീലം ചിലപ്പോൾ നമ്മുടെ രക്ഷിതാക്കൾ ഉണ്ടാക്കിയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ഉണ്ടാക്കിയിരിക്കാം. എന്ത് വിഷയം വരുമ്പോഴും മറ്റുള്ളവരെ താങ്ങുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ദൈവത്തിൽ പൂർണ്ണമായി അഭയം തേടുമ്പോൾ, ആശ്രയിക്കുമ്പോൾ ഫഹുവ ഹസ്ബു, അതവന് മതി, ധാരാളം മതി. ഈ തവക്കുൽ ചെയ്യാന്ന് പറയുന്നത് ഒരു നെഗറ്റീവായ അർത്ഥത്തിലല്ല കേട്ടോ. ഞാൻ അധ്വാനിക്കാനൊന്നും പോണ്ട, അതൊക്കെ പടച്ചോ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നിഷ്ക്രിയരായി നിൽക്കുന്ന ഒന്നിനെയല്ല തവക്കുൽ എന്ന് പറയാം. അതിന് തവാക്കുൽ എന്നാണ് ഇസ്ലാം പ്രയോഗിച്ചിട്ടുള്ളത്.
സ്കൂൾ പഠന കാലത്ത് ഒരു അധ്യായം പഠിച്ചതോർക്കുന്നുണ്ട് മലയാള പുസ്തകത്തിൽ. അത് മുഹമ്മദ് എന്ന് പറഞ്ഞ ആളുടെ പടച്ചോൻ്റെ ചോറ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അധ്യായമാണ്. നിങ്ങളൊക്കെ പഠിച്ചു കാണും. അതിൽ ഒന്നും പണിയെടുക്കാതെ റൂമിൽ തന്നെ ഇരുന്ന് എനിക്ക് പടച്ചോൻ ഭക്ഷണം തരൂ, നിങ്ങൾ ജോലി ചെയ്തോളൂ, അതാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് അതിനെ പരിഹസിക്കുന്ന രീതിയിലുള്ളൊരു പാഠമാണ്. ഞാനിപ്പോൾ ചർച്ച ചെയ്യുമ്പോഴത് ഓർത്തുപോയതാണ്. എന്ന് പറഞ്ഞാൽ പടച്ചോനെല്ലാം ചെയ്യും, മൃഗങ്ങളും പക്ഷികളെപ്പോലെ അവർക്കിങ്ങനെ എവിടുന്നെങ്കിലും അന്നങ്ങൾ വന്ന് ചേരും എന്നൊരു നിഷ്ക്രിയമായ ചിന്തയല്ല. പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക, ഭരമേൽപ്പിക്കുക, ഈയൊരു നടപടിയാണ്, ഈയൊരു മനോഭാവമാണ് വിശ്വാസികൾ തീർച്ചയായിട്ടും പുലർത്തേണ്ടത്. അപ്പോൾ ഫഹുവ ഹസ്ബു, അവൻ മതി. ഇത് ജീവിതത്തെ പ്രതീക്ഷയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. കാരണം പുതിയ കാലത്ത് ജീവിതത്തിൻ്റെ കടമ്പ കടക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്, വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ്. കുടുംബത്തെ പോറ്റി സ്വന്തം നിലയിലുള്ള ജീവിത ചെലവുകൾ തന്നെ പൂർത്തിയാക്കാൻ പറ്റാത്തൊരു കാലമാണ് നമുക്ക്. എത്ര കിട്ടിയാലും അവനും അവൻ്റെ ഭാര്യയും അധ്വാനിച്ചാൽ പോലും തികയാത്ത രീതിയിൽ നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ തീർച്ചയായും ഇവിടെ ഒരു വിശ്വാസിക്ക് കരുത്തും പ്രതീക്ഷയും ലഭിക്കുന്നത് അവൻ്റെ ഈ തവക്കലിലൂടെയാണ്, ഭരമേൽപ്പിക്കലിലൂടെയാണ്. ഇന്നല്ലാഹ ബാലിഗു അംരി, പടച്ചവൻ കൃത്യമായി അവൻ്റെ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നവനാണ്. അവന് കൃത്യമായിട്ടൊരു പ്ലാനുണ്ട്. വഫൗഖ തഖ്ദീരിനാ ലില്ലാഹി തഖ്ദീറു, നമ്മുടെ എല്ലാ കണക്കുകൂട്ടലുകൾക്കപ്പുറമാണ് പടച്ചവൻ്റെ കണക്ക്. പടച്ചവൻ കൃത്യമായിട്ടും എല്ലാം പൂർത്തിയാക്കും എന്ന് മാത്രമല്ല, ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ, എല്ലാറ്റിനും അവനൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്, കൃത്യമായ ഒരു റൂട്ട് അവൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം കണക്കാക്കി വെച്ചിട്ടുണ്ട്. ആ നിർണയത്തിൻ്റെ ആ ഒരു ക്രമത്തിൻ്റെ രീതിയിലാണ് ലോകം തന്നെ മുന്നോട്ട് പോകുന്നത്. ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി അവയെല്ലാം നിശ്ചിത പാതയിലൂടെ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പകലിനെ രാത്രി മറികടക്കുന്നില്ല, രാത്രിയെ പകൽ മറികടക്കുന്നില്ല. പെട്ടെന്ന് ഉച്ചക്ക് ഇരുൾ വന്ന് മൂടി അതിൻ്റെ വ്യവസ്ഥ തകരാറിലാകുന്നില്ല. കൃത്യമായൊരു ട്രാക്കിലൂടെയാണ് അത് നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പ്രപഞ്ചത്തിൻ്റെ ഘടനയിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പരിസരത്ത്, നമ്മുടെ പ്രകൃതിയിലൊക്കെ കൃത്യമായ ലക്ഷ്യങ്ങളും മാർഗങ്ങളും വ്യവസ്ഥകളും പടച്ചവൻ വെച്ചിട്ടുണ്ട് എന്നാണ് ഈ ആയത്ത് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അപ്പോൾ രണ്ട് കാര്യമാണ്, ഒന്ന് തവക്കുല്, രണ്ട് തഖ്വ. ജീവിതത്തെ മനോഹരമായി പ്രതീക്ഷയോടെ സുഖകരമായി സന്തോഷത്തോടെ നയിക്കാൻ ഈ ശുഭാപ്തി വിശ്വാസത്തോടെയുള്ള ചിന്തകൾ വിശ്വാസികൾക്ക് അനിവാര്യമാണ്. അങ്ങനെ വിശ്വാസികൾ മുന്നോട്ട് അവരുടെ ജീവിതത്തെ നയിക്കുമ്പോൾ അവരൊരുപാട് മേഖലകളിൽ രക്ഷപ്പെട്ട ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇത് പൂർവികരായിട്ടുള്ള പുണ്യപുരുഷന്മാരുടെ അനുഭവം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പരിശോധിക്കുമ്പോൾ ഇത്തരം എത്ര അനുഭവങ്ങൾ കടന്നു പോയിട്ടുണ്ട് എന്ന് നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കുക. നമ്മൾ തന്നെ നമ്മളെ വിചാരണ ചെയ്യുക, അപ്പോഴും മനസ്സിലാകും. എത്രയോ ദുരന്തങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച പ്രവാചകന്മാരുടെ ചരിത്രമുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പറഞ്ഞ് പൂർണ്ണമായിട്ട് രോഗിയായി കൊടും പീഡന അനുഭവിച്ചൊരു പ്രവാചകനായിരുന്നു അയ്യൂബ് നബി. പക്ഷേ പടച്ചവനിൽ പൂർണ്ണമായി സമർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് ആശ്വാസം ലഭിച്ച കാര്യം ഖുർആൻ പറയുന്നുണ്ട്. മൂസാ നബി, ഈസാ പ്രവാചകൻ അഥവാ യേശു, ഇബ്രാഹിം പ്രവാചകൻ അല്ലെങ്കിൽ അബ്രഹാം, ഇവരൊക്കെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളെയും പരീക്ഷണങ്ങളെയും നേരിട്ടവരാണ്. പക്ഷേ ആ പ്രതിസന്ധികളെയും പരീക്ഷണങ്ങളെയും അവർ വളരെ ഇച്ഛാശക്തി കൊണ്ട്, ശുഭാപ്തി വിശ്വാസം കൊണ്ട്, കഠിനമായ പ്രയത്നം കൊണ്ടൊക്കെ നേരിട്ടവരാണ്. നമ്മളിപ്പോഴത്തെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത, ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്ക് ആത്മഹത്യയിലേക്ക് അഭയം പ്രാപിക്കുകയാണ്, ജീവിതത്തിൽ നിന്നെല്ലാം ഒളിച്ചോടുകയാണ്. അപ്പോൾ അവന് ഭൗതികമായോ ആത്മീയമായോ അവൻ അതുകൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ്. ചെറിയൊരു കാരണം മതി അവന് ആത്മഹത്യയിലേക്ക് അഭയം പ്രാപിക്കാൻ. നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ ഒന്ന് വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ, എന്തെങ്കിലും കാര്യം ലഭിക്കാത്തതിൻ്റെ പേരിലൊക്കെയാണ് ആത്മഹത്യ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒളിച്ചോടുന്നത്.
അപ്പോൾ കേവലം വീട്ടിൽ നിന്ന് ഒളിച്ചോടുക എന്നതിലപ്പുറം ജീവിതത്തിൽ നിന്ന് തന്നെ അവൻ ഒളിച്ചോടുകയാണ്. അപ്പോൾ ജീവിതത്തെ നേരിടുക എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മനുഷ്യനോടുള്ള ഏറ്റവും വലിയ സാരോപദേശം. ജീവിതത്തെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള മുന്നോട്ടുള്ള ഒരു പ്രയാണം, അതിലാണ് വിശ്വാസത്തിൻ്റെ മർമ്മമിരിക്കുന്നത്. അങ്ങനെയുള്ള വിശ്വാസികളാവാൻ പടച്ച തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വ്രതാനുഷ്ഠാനവും സൽക്കർമ്മങ്ങളെല്ലാം പടച്ചവൻ സ്വീകരിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.